നല്ലൊരു ഫണ്ട് തുടങ്ങിയാലോ? ഞാൻ പറയാം. ഹായ് മക്കളെ, ഹാപ്പി ന്യൂ ഇയർ പറയും. ഓ ഫ്രഷ് സാധനം. ഹാപ്പി ന്യൂ ഇയർ, പുതുവത്സര ആശംസകൾ. അപ്പൊ എല്ലാവർക്കും മക്കളെ എജുപോഡിന്റെ എന്റെയും വക ഒരു പുതുവത്സര ആശംസകൾ. എന്റെ വക ആശംസകൾ. അപ്പൊ ഒരെണ്ണം എന്റെ വക. ഞങ്ങൾ മൂന്നാണ് ഈ വക ഒരു പുതുവത്സര ആശംസകൾ. ഹാപ്പി ന്യൂ ഇയർ വിഷസ് ഒക്കെ എല്ലാവരും ഭാഗത്തുനിന്ന് കിട്ടി. കാര്യത്തിലേക്ക് കിടക്കും. അതെ, അപ്പൊ 2024 നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അതിന് മുമ്പ് നിങ്ങൾ ക്രിസ്മസ് പരീക്ഷ ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ അതിന് മുന്നേ ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പൊ ക്രിസ്മസ് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താ? ക്രിസ്മസ് പരീക്ഷ 9th ഞാൻ ഇനി കുറച്ച് കാര്യത്തിലേക്ക് കിടക്കാം അല്ലെ. അപ്പൊ നമ്മള് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം നിങ്ങൾ അടുത്ത വർഷം 10th ക്ലാസ്സിലേക്കാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. ഇനി ആ ഒരു എന്താണ് പെർസ്പെക്റ്റീവില് നമ്മൾ നമ്മുടെ ക്രിസ്മസ് പരീക്ഷയെ പറ്റി ചോദിക്കുകയാണെങ്കിൽ കുറെ ടഫ് പോർഷൻസ് ചില സബ്ജക്റ്റുകൾ ഉണ്ട്. നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് വന്നെങ്കിലും പലരും പഠിക്കാത്തത് കൊണ്ട് അവർ ക്രിസ്മസ് എക്സാം ടഫായി മാറും സിറ്റുവേഷൻ. പിന്നെ എക്സാം പാറ്റേൺ മാറുന്നതായിട്ട് പല ടീച്ചേഴ്സും പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പേപ്പർ കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കിട്ടിയ സബ്ജക്റ്റിന്റെ മാർക്ക് എത്രയാണോ അതൊന്നും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. കഴിഞ്ഞു എന്തായാലും പേപ്പർ കൈ കിട്ടിയിട്ടുണ്ടോ? കാരണം ഇന്നലെയൊക്കെ വെക്കേഷൻ അല്ലേ, മറ്റേ ജയന്തി അല്ലേ, അതിന് മുമ്പൊക്കെ കഴിഞ്ഞു. അപ്പൊ എന്തായാലും സാധനം കഴിയുമ്പോൾ കിട്ടിയിട്ടുണ്ട്. ആദ്യം തന്നെ ചെയ്യുന്നവരെ ഇപ്പം വീഡിയോ അങ്ങ് പോസ്റ്റ് ചെയ്യാം. ഓരോ സബ്ജക്റ്റിനും കിട്ടിയ മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, കമന്റ്. സബ്ജക്ട് പേപ്പർ കിട്ടാത്ത സബ്ജക്ട് ഉണ്ടെങ്കിൽ കിട്ടിയ സബ്ജക്റ്റിന്റെ മാർക്ക് മാത്രം കമന്റ് ചെയ്യുക. ആ കാര്യങ്ങൾ കമന്റ് ചെയ്ത് വെക്കുക. അപ്പൊ പലർക്കും ഒരു പ്രശ്നമാണ്, എനിക്ക് ആ മാത്സിൽ മാർക്ക് കുറഞ്ഞു, ഫിസിക്സിൽ ഡാനിഷ് സാർ അങ്ങനെ ചില ഒരു പരക്കെ സംസാരം ഉണ്ട്, മാർക്ക് കുറവാണ്. കെമിസ്ട്രി കുറഞ്ഞു, ബയോളജി കുറഞ്ഞു, അല്ലെങ്കിൽ സോഷ്യൽ സിമ്പിൾ ആയിരുന്നു, അങ്ങനെ കുറച്ച് ഇതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടാവും. അപ്പൊ പലരുടെയും പ്രശ്നം എന്താ, എജുപോൾ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസ് എക്സാമിന് വന്നിട്ടുണ്ടെങ്കിൽ പലരും കറക്റ്റ് ആയിട്ട് പഠിക്കാത്തത് കൊണ്ട് അവർക്ക് എന്ത് ചെയ്തില്ല. ഈ ക്രിസ്മസ് എക്സാം കഴിഞ്ഞാൽ 2 തരം കുട്ടികളാണ് വന്നത്. ഒരു കുട്ടികള് ഇത് കൊള്ളാലോ, ഞാൻ ഒന്നുകൂടി വിചാരിച്ചാൽ എനിക്ക് നല്ല മാർക്ക് സ്കോർ ഒന്ന് എൻകറേജ് ചെയ്ത കുട്ടികളുണ്ട്. രണ്ടാമത്തെ കുട്ടികള് കുറച്ചൊന്ന് അല്ലേ, അതായത് കുറച്ചും കൂടി ഇത് പഠിച്ചിരുന്നെങ്കിൽ, ഒരു അരമണിക്കൂർ കൂടി അധികം പഠിച്ചിരുന്നെങ്കിൽ, ഒരു 2 മണിക്കൂർ കൂടി അധികം പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് സോഷ്യൽ ഫുൾ മാർക്ക് കിട്ടിയേനെ, മാത്സ് ഫുൾ മാർക്ക് കിട്ടിയേനെ, അങ്ങനെ ഒരു ചിന്തയുള്ള കുട്ടികളുണ്ടാവും. ആ സമയം കിട്ടാത്തത് കൊണ്ട് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞ ഒരുപാട് കുട്ടികളുണ്ടാവും. ആ കാറ്റഗറി പെടുന്ന ആളാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് കമന്റ് ബോക്സ് എന്ത് ചെയ്യുക, യെസ് ഞാൻ ആ കാറ്റഗറി പെടുന്ന ആളാണ് എന്ത് ചെയ്യുന്നത് കമന്റ് ചെയ്യുക. ഇനിയിപ്പോൾ അവരെന്താ ചെയ്യുക, കമന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഒരു വിഷയം, നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് ഇനി ഫൈനൽ എക്സാം ആണ് വരാൻ പോകുന്നത്. ആളുകളും ഈ ക്രിസ്മസിന്റെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ ഒരു ആലസ്യത്തെ അങ്ങനെ മടിയില്ല, വെക്കേഷൻ ടൂറൊക്കെ പോയി ചില്ലാക്കി വന്നവരായിരിക്കും. ഇനി അതൊക്കെ മാറ്റി നിർത്താൻ നിങ്ങൾക്കായിട്ട് ഒരു കിടിലം സ്റ്റഡി പ്ലാൻ നമ്മൾ വീണ്ടും വരാൻ പോവാണ്. ജനുവരി വരുമ്പോൾ ഇയാൾ പിന്നെയും വന്നു നോക്കുമ്പോൾ വീണ്ടും സ്റ്റഡി പ്ലാനോ അങ്ങനെ ഒന്നും വിചാരിക്കരുത്. കാരണം ഈ കുറച്ച് ദിവസം 2 മാസം കൂടി അവിടെ ആ സമയം കൊണ്ട് നിങ്ങളുടെ ആനുവൽ എക്സാം സെറ്റ് ആക്കാൻ കിടിലൻ സ്റ്റഡി പ്ലാൻ ജനുവരി 4 വ്യാഴാഴ്ച കൃത്യം 7 മണിക്ക് നമ്മൾ എന്ത് എജുപോഡിന്റെ ക്ലാസ് 9 ചാനലിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ഞാൻ പലപ്പോഴും പറയുന്ന പോലെ എന്താ പറയുള്ളത്, അങ്ങനെ പലപ്പോഴും പറയുന്ന ഒറ്റ കാര്യം, കാരണം 9ാം ക്ലാസ് പഠിക്കുന്ന പലതും നിങ്ങൾക്ക് 10ലെ മാത്സിലും ഫിസിക്സിലും കെമിസ്ട്രിയിലും എല്ലാത്തിലും ആവശ്യമുണ്ട്. അപ്പോൾ 9ാം ക്ലാസ് സെറ്റ് ആക്കിയാൽ നല്ലൊരു അടിത്തറ ഉണ്ടെങ്കിൽ ഒരു വലിയ വീട് കെട്ടാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളുടെ തറ എന്ന് പറഞ്ഞാൽ എന്താണ്, 9ാം ക്ലാസ് ആണ്. അതിലുള്ള വീടാണ് എന്ത്, നിങ്ങളുടെ SSLC. അപ്പോൾ അത് സെറ്റ് ആക്കാനുള്ള ഒരു കിടിലൻ സ്റ്റഡി പ്ലാൻ, 9ാം ക്ലാസ് സെറ്റ് ആക്കി എടുക്കാൻ കിടിലൻ സ്റ്റഡി പ്ലാൻ ജനുവരി 4 വ്യാഴാഴ്ച രാത്രി കൃത്യം 7 മണിക്ക്. കുറച്ച് ഡയലോഗ് നമുക്ക് പറയണ്ടേ? അല്ല, എനിക്കൊന്നും പറയാനില്ല. അപ്പൊ മക്കളെ സെറ്റ് ആക്കാം. ഇവര് അല്ല, എനിക്ക് വേറൊരു കാര്യം പറയാം. നിങ്ങൾ ഒന്ന് പറഞ്ഞ രണ്ടാമത് മാത്സിനെ കുറ്റം പറയും, മാത്സ് ടീച്ചർ അതെനിക്ക് ഇഷ്ടമാകുന്നില്ല. അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് മാത്സാ. സംശയം ഓലോട് ചോദിച്ചു ഓല് പറയും. അത് ഞങ്ങൾ 3 അല്ലെങ്കിൽ സോഷ്യൽ ആണോ മാത്സ് ആണോ ഏറ്റവും ഇഷ്ടം, ഒന്ന് താഴെ അത് നിങ്ങൾ കമന്റ് ചെയ്യും. ഇനി ഇവർ മാത്സിനെക്കാട്ടും കൂടുതൽ ഇവിടെ സോഷ്യൽ എന്നുള്ള കമന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫുൾ മന്തി രണ്ടാക്കും ഞാൻ വാങ്ങി തരും മക്കളെ. സോഷ്യലിനേക്കാൾ കൂടുതൽ മാത്സിന് കമന്റ് വന്നാൽ ഞങ്ങൾ അശ്വലിന് ഒരു ഫുൾ മന്തി വാങ്ങിക്കും. ഓക്കെ, അപ്പൊ ഒറ്റ കാര്യം കമന്റ് ബോക്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നാളത്തെ ലൈവിന്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് നോട്ടിഫൈ മീ ഓൺ ആക്കി സെറ്റ് ആക്കുക. കുറച്ച് ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട്, കാരണം അശ്വൽ സാറ് മാത്സ് കേൾക്കാനും എന്റെയും നിയാലിനെ സാറിന്റെ ഒക്കെ സോഷ്യൽ കേൾക്കാനും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് ഫിസിക്സിന് ഡാനി സാറ് ക്ലാസ് കാണാനൊക്കെ നിങ്ങൾ ഫ്രണ്ട്സിൽ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അവർക്കൊക്കെ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചാൽ ലൈവിൽ ലിങ്ക് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്ത് കഴിഞ്ഞെങ്കിൽ ബാക്കി പറഞ്ഞു. എനിക്ക് തോന്നുന്നു, എനിക്ക് നാളത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ആയി തോന്നുന്നത് മന്തിന്റെ അനൗൺസ്മെന്റ്. എന്തെങ്കിലുമൊക്കെ മതിയല്ലോ. അപ്പൊ നാളെ കൃത്യമായിട്ട് നിങ്ങൾ എത്തണം, കൃത്യം 7 മണിക്ക് നിങ്ങൾ എത്തുക. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്യുക. അപ്പൊ നാളത്തെ സ്റ്റഡി പ്ലാൻ കൂടി നമ്മൾ 9ാം ക്ലാസ്സിന്റെ ആനുവൽ എക്സാം സെറ്റ് ആക്കും. അതുപോലെ ഒറ്റ കാര്യം കൂടി, നിങ്ങൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിട്ട് ഇത്തവണ 9ാം ക്ലാസ് നിങ്ങളുടെ കയ്യിൽ പിടിയിൽ ഒതുങ്ങി ഫുൾ മാർക്ക് വാങ്ങും. നിങ്ങൾ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. മക്കളെ ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നാളെ കാണാം. ബൈ.